എല്ലാവർക്കും ഫോർട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മുളയില്ലേ, മുള എന്ന് പറഞ്ഞാൽ വെറും മുളയല്ല, ഇതൊരു റെയിൻ സ്റ്റിക്ക് എന്ന് പറയുന്ന പണ്ട് കാലത്ത്, അതായത് ഒരു പുരാതന കാലം തുടങ്ങിയുള്ളൊരു വാദ്യോപകരണമാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ചരിക്കുമ്പോൾ വെള്ളം ഒഴുകുന്ന പോലെ ഒരു സൗണ്ട് കിട്ടില്ലേ, പക്ഷേ ഇതിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള സാധാ മുളയൊക്കെ യൂസ് ചെയ്ത് നമുക്കിതുപോലെ ഒരു റെയിൻ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാന്ന് നോക്കിയാലോ. അപ്പോഴേ മച്ചന്മാരെ, നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്, നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കാനായിട്ട് നല്ല മുള വേണം. അപ്പോൾ അത് തപ്പി ഇറങ്ങിയതാട്ടെ. ഈ വഴിക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല മുളകളുണ്ട്. ഏറ്റവും നല്ല സാധനം നോക്കിയെടുത്താൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. എന്തായാലും നമുക്ക് തപ്പി സാധനം കണ്ടുപിടിക്കാട്ടാ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറ്റിയ നല്ല അടിപൊളി ഇതേ മുളയാണോ യമണാന്ന് അറിയില്ല സംഭവം, പക്ഷെ നല്ല നമുക്ക് വേണ്ട പരുവത്തിന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതേ കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഒരുത്തനെ നോക്കിയതേ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ട തട്ടും അറിയാൻ നല്ലോണം മൂത്തിട്ടുണ്ട്, നല്ല സൗണ്ട് കിട്ടും. അപ്പൊ ഇവനെ തന്നെ നമുക്ക് അങ്ങോട്ട് വെട്ടിയെടുക്കാല്ലേ. ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഓ, അവിടെ ഇച്ചിരി ഒടി വന്നു. ഇങ്ങോട്ട് വാ മോനെ. അപ്പൊ ഇനിത് നമ്മുടെ മുളക്കൂട്ടിനെ കൊണ്ട് നേരെ നമ്മുടെ പണിപ്പൂരയിലേക്ക് ഇട്ടാ. അങ്ങനെ നമ്മുടെ പണിപ്പൂരിലേക്ക് നമ്മുടെ 2 മുളകൾ കൊണ്ടതേക്കാണ്. നമ്മൾ 2 തരം മുള എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഗോൾഡൻ ബാമ്പും പിന്നെ നമ്മുടെ പച്ചക്കല്ല മുളയും. ഇത് രണ്ടിനും 2 സൗണ്ടാണ് കിട്ടാട്ടാ. അപ്പൊ നമ്മുടെ പണി തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ഗോൾഡൻ ബാമ്പൂലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും നല്ലൊരു മുട്ട് നോക്കി ബാമ്പൂവിനെ എടുത്തിട്ട് ഈ മുട്ടിന് അപ്പുറവും ഇപ്പുറവും വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളിത് ഹാക്സോ ബ്ലേഡ് വെച്ച് ചണ്ട മുറിക്കുന്നത്, കട്ടറൊന്നും യൂസ് ചെയ്യുന്നില്ല, സിമ്പിൾ പരിപാടിയല്ലേ. അങ്ങനെ നമ്മുടെ ഹാക്സോ ബ്ലേഡ് വെച്ച് നമുക്ക് വേണ്ട മുളയുടെ പീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്തു, അതുപോലെ തന്നെ അടുത്ത മുട്ടിൻ്റെ പുറം വെച്ച് നമ്മൾ അടുത്ത പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് എഡ്ജൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ബാമ്പു നമുക്ക് വേണ്ട വർക്ക് പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2 സൈഡും നമ്മളിത് സീൽഡ് ആയിട്ടുള്ള രീതിയിൽ മുട്ട് വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് പീസ് റെഡിയായി സ്ഥിതിക്ക് ഇനി ഗ്രീൻ, അതായത് നമ്മുടെ കല്ല മുളയെ നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ മഞ്ഞ മുളയുടെ പോലെ തന്നെ നമുക്ക് പച്ച മുളയിൽ നമുക്ക് സെറ്റാക്കി എടുക്കണം. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുട്ടിൻ്റെ നീളം കുറവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു നീളം വേണം. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ മുട്ടുകൾ നമുക്ക് ഇടയിൽ ഒരു ശല്യമാവും. പക്ഷേ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട അളവിനെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടിന് ബാക്കിൽ വെച്ചാണ് മുറിക്കുന്നത്. നമ്മളുടെ മഞ്ഞമുള, അതായത് ഗോൾഡൻ ബാമ്പ് മുറിച്ച് അത്ര എളുപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ പച്ചമുളക് മുറിക്കാനായിട്ട് എന്തായാലും കുറച്ച് ടൈം എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളയിലുള്ള ഈ മുട്ടുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കണ്ടെങ്കിൽ മുട്ട വന്ന് അടഞ്ഞിരിക്കുന്നത്. അത് നമ്മളത് ഈ കാണുന്ന കമ്പി വെച്ച് ഇടിച്ച് നമ്മൾ അടി വരെ, അതായത് ഏറ്റവും അവസാനം തുടങ്ങിയ ബാക്കിയെല്ലാം നമ്മൾ പൊട്ടിച്ച് കളയാൻ പോവുകയാണ്. അപ്പോൾ ഇത് വെച്ച് ഇടിച്ച് നമ്മൾ താത്തയാണ്. കണ്ട 2 മുട്ടിപ്പോൾ തന്നെ പൊട്ടിപ്പോയി, ഒരെണ്ണൂടി പൊട്ടിക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ മുട്ട് കുത്തിയതിൻ്റെ വേസ്റ്റുകളൊക്കെ നമുക്ക് തട്ടി കളയാം കേട്ടോ. അങ്ങനെ നമ്മുടെ 2 വർക്ക് പീസുകൾ ഇപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാണുന്ന മുളവടികളുടെ ഉള്ളിലേക്ക് ശബ്ദം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞു മുളയുടെ പീസുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മുള തന്നെ ചെത്തി ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അതെല്ലാം നമുക്ക് മടി ഉണ്ടെങ്കിൽ, എന്നെ പോലെ മടിയുള്ളവരാണെങ്കിൽ ഈ കാണുന്ന പോലെ നമുക്ക് കടയിൽ നിന്ന് ബാമ്പു സ്റ്റിക്കുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറ്റി എടുക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് അടിച്ച് കയറ്റി എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വലുതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാമ്പു സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറ്റാനുള്ള പരിപാടി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അടയാളം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ടേപ്പുകൾ ഉണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് സ്പ്രിങ് പോലെ ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ആ അളവിലാണ് നമ്മൾ പിന്നീട് ഹോൾ ഇടുന്നത്. അപ്പോൾ കണ്ടതുപോലെ ഇങ്ങനെ സ്പ്രിങ് ആക്കി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ അളവ് ഈക്വലായിട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട്. അങ്ങനത്തെ നമ്മുടെ മുളം കുറ്റിയുമ്പോൾ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് നല്ല സ്പ്രിങ് പോലെ അങ്ങ് ചുറ്റിയെടുത്ത് നമ്മൾ റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേപ്പ് ചുറ്റിയതിന് ചുറ്റുമായിട്ട് ഇനി നമുക്ക് ഹോൾ ഇടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രില്ലർ യൂസ് ചെയ്ത് നമ്മൾ ഹോൾ ഇടുന്നത്.
ഇനി ഇതേ കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന പരിപാടി കേട്ടോ. ഈ കാണുന്ന ടേപ്പിൽ ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ നമ്മൾ മൊത്തത്തിൽ ഹോൾ അടിച്ചു കൊടുക്കാൻ പോവാണ്. അതായത് ഹോളുകളുടെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 1 ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മൾ ഈ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രിൽ ബിറ്റ് നമ്മൾ എടുത്തിരിക്കുന്നതിലും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു അടിച്ചു കയറ്റാനുള്ള മുളം കുറ്റിയുടെ അതേ സൈസിൽ വേണം നമ്മൾ ഡ്രിൽ ബിറ്റ് എടുക്കാനായിട്ട്. വലിപ്പം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോൾ ഇട്ട് കഴിഞ്ഞു. ഏകദേശം 151 ഹോളാണ് നമ്മൾ ഇതിലിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇട്ട് വെച്ച ഓട്ടകളിലേക്ക് നമുക്ക് ഈ മുളയുടെ വടികൾ കയറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും നീളം ആവശ്യമില്ല. നമുക്ക് ഈ ഒരു അളവിൽ ഇത് മൊത്തം മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാംബു സ്റ്റിക്കുകൾ, നമുക്ക് ഇതിൽ അടിച്ചു തരാനുള്ള ബാംബു സ്റ്റിക്കുകൾ നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ബാംബു സ്റ്റിക്കുകൾ നമ്മൾ ഉണ്ടാക്കിയ ഹോളുകളിലേക്ക് നമുക്ക് അടിച്ചു കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിക്കായിട്ട് എടുത്തിട്ട് നേരെ നമ്മളിത് അടിച്ചുള്ളിലേക്ക് കയറ്റാണ്. നമ്മുടെ എല്ലാ സ്റ്റിക്കുകളും നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിക്കിൻ്റെ അറ്റം ഇതുപോലെ മുനപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ചറപറ നമ്മളുടെ മുളവടികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറ്റാണ്. അപ്പോൾ നമ്മൾ ഹോളിട്ടപ്പോൾ അതായിരിക്കും ഭയങ്കര പാടായിട്ട് നമുക്ക് ഉണ്ടാവാതെ വിചാരിച്ച്. പക്ഷേ ഹോളിടാൻ എളുപ്പമായിരുന്നു. നമ്മളുടെ ഓരോ സ്റ്റിക്കുകൾ കറക്റ്റായിട്ട് ഒടിയാതെ ഉള്ളിലേക്ക് അടിച്ച് കയറ്റുന്നതാണ് ഇത്തിരി കൂടി ശ്രമകരമായിട്ടുള്ള പണി. അത്യാവശ്യം സമയവും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വടികളും നമ്മൾ തട്ടി കൊടുക്കുമ്പോൾ അത് പൊളിയാതെയും ഒടിയാതെയും കെയർഫുള്ളായിട്ട് തന്നെ നമ്മളിത് ചെയ്യണം. പിന്നെ നമ്മൾ ഇടുന്ന ഹോള് കറക്റ്റാണെങ്കിൽ ഈ പണികൾ എളുപ്പമായിരിക്കും കേട്ടോ. കാരണം കറക്റ്റായിട്ട് നമുക്കത് കയറ്റി കണ്ടോ ഇതേപോലെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ടൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഗ്ലൂവോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഉള്ളിലേക്ക് കയറ്റി തീർക്കാൻ പറ്റും. അങ്ങനെ ഏകദേശം അരമണിക്കൂറത്തെ പണി നമ്മുടെ 150 ഹോളുകളിലും നമ്മൾ ബാംബു സ്റ്റിക്ക് അടിച്ച് കയറ്റി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ടേപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ടേപ്പ് നമുക്ക് ഊരിക്കളയാം. ഇനിയിപ്പോൾ ഇതിൽ എക്സസ് പുറത്തേക്ക് ചാടി നിൽക്കുന്ന ആ ബാംബു സ്റ്റിക്കിൻ്റെയൊക്കെ ബാക്കി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ചെത്തി കളയാട്ടോ. നമുക്ക് ആവശ്യമില്ലേ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പീസുകൾ നമ്മുടെ കത്തി വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി അത്യാവശ്യം ബലമുള്ള നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ പ്ലെയർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല മൂർച്ചുള്ള കത്തിയുണ്ട്. നമ്മൾ ഇത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പടപടാന്ന് നമ്മൾ എക്സസ് നിൽക്കുന്ന ആ ഒരു പീസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. പരമാവധി നമ്മളുടെ ആ ഒരു മുളയോട് ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കുമ്പോൾ കൈവ തടയാതിരുന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മുളയിലെ പണി ഒരു ഇതൊക്കെ കഴിഞ്ഞുട്ടാ. ഇനി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് പയറുകളും അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഉഴുന്നും പരിപ്പ്, ചെറുപയർ, കടല, വൻപയർ തുടങ്ങിയ സാധനങ്ങൾ. വൻപയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്ക് എടുക്കുന്ന പയർ. അപ്പോൾ ഈ ധാന്യങ്ങളും ധാന്യം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ ഫലമൂലാദി എന്നിട്ട് പറയുന്നത് ആ സാധനങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇനി നമ്മുടെ ഈ ഒരു മുളം കുറ്റിയിൽ നമുക്ക് ഇടാനുള്ളതാണ്. മുഴുവനല്ല, നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന കടലയിൽ നിന്ന് തുടങ്ങാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ കടല കുറച്ചെടുത്തിട്ട് നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. നോക്കിക്കോട്ടെ ഇടുമ്പോൾ തന്നെ. കേട്ടാ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി കുറച്ച് പയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ വെയിറ്റിനനുസരിച്ചാണ് കേട്ടോ സൗണ്ടുകൾ കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ അതായത് സൈസിനും വെയിറ്റിനും അനുസരിച്ച് ഓരോ ധാന്യങ്ങളും അതുപോലെ തന്നെ പയറും പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സൗണ്ട് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ നമ്മളിപ്പോൾ ഉഴുന്നാണ് ഇടുന്നത്. കണ്ടോ ഉഴുന്നിട്ടപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സൗണ്ട്. ഇനി ചെറുപയറാണെങ്കിലും അതേപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കുമല്ലേ. അടിപൊളി. അപ്പോൾ നമ്മളുടെ സാധനങ്ങൾ അതായത് പയറുപരിപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൗണ്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കഴിഞ്ഞാൽ ഇനി ഇത് മൂടണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ തന്നെ മുട്ട് നമ്മൾ മുറിച്ചെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഏകദേശം കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇനി നമ്മളിത് അടയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ അടയ്ക്കാനായിട്ട് എളുപ്പം പഠിക്കുക നമ്മളിത് സ്റ്റാപ്ലർ വെച്ച് അടിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ സ്റ്റാപ്ലർ ഇട്ട് തന്നെ പടപടാന്ന് ഇത് സ്റ്റീൽ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അതായത് ധാന്യമൊക്കെ എക്സ്ട്രാ ഇടേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് അഴിച്ചിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ അടപ്പൊക്കെ സീൽ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ മുട്ടുകളിലെല്ലാം നമ്മുടെ മുടിക്കയറില്ലേ, മുടിക്കയർ വെച്ച് നമ്മളൊന്ന് കെട്ടി കൊടുക്കാൻ പോവാണ്. നമ്മൾ ആദ്യം കെട്ടൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്
കൂടെ ഒന്ന് സ്റ്റാപ്പർ അടിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്കിത് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇതൊരു ഗ്രിപ്പ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാട്ടോ. അതായത് നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കാനായിട്ട് നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കൂടിയിട്ടാണ് ഈ കയറിങ്ങനെ കെട്ടി കൊടുക്കുന്നത്. അങ്ങനെ മക്കളെ നോക്കിയ നമ്മളുടെ 2 റെയിൻ സ്റ്റിക്കുകൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെയിൻ സ്റ്റിക്ക് റെഡിയാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം സെറ്റിൽ ആവാനായിട്ട് നമ്മൾ വെച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെയിൻ സ്റ്റിക്ക് നമ്മുടെ ഗോൾഡൻ ബാമ്പൂൽ ഉണ്ടാക്കിയെടുത്ത റെയിൻ സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ നമ്മളുടെ ആ ഒരു സ്റ്റിക്കുകളിനുള്ളിൽ കയറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ധാന്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാട്ടാ. അടിപൊളി. ഇതേ നോക്കി, ഒരു ശരിക്കും ഒരു ഇങ്ങനെ മഴയൊക്കെ പെയ്ത് തോരുന്ന അങ്ങനത്തെ ഒരു സൗണ്ട് വരുന്നില്ല ഇതിന്. പക്ഷെ നമ്മുടെ വലുത് ഇതിൽ ഇത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ. നോക്കിക്കോ, ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കാട്ടാ. ഇവിടെ ഇരുന്ന് തോന്നുന്നു ബീറ്റ്സ് ഇരുന്നാറേ. അടിപൊളി. ഒരു ശരിക്കും ഒരു കളകളാന്നൊക്കെ പറയൂലേ, അതുപോലെ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കേൾക്കാനായിട്ട്. അമ്പോ, ആ ഒരു സൗണ്ട് നോക്കി, ഒരു പ്രത്യേകത രസമില്ലേ സംഭവം. എന്തായാലും നമ്മുടെ ഇൻഡോർ നമ്മൾ ഇതിന്റെ സൗണ്ട് കേട്ടു, നമുക്ക് ഇതിന്റെ പുറത്തുള്ള സൗണ്ട് കേട്ടാലാ. അപ്പൊ മച്ചാന്മാരെ, നമ്മൾ ഉണ്ടാക്കിയ 2 റെയിൻ സ്റ്റിക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ഔട്ട്ഡോർ നിൽക്കുമ്പോൾ ഇതിന്റെ സൗണ്ടിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ആദ്യത്തെ ചെറിയ റെയിൻ സ്റ്റിക്ക് നമ്മൾ ഇതൊന്ന് തിരിക്കുകയാണേ. ഓക്കെ, അപ്പോ ശരിക്കും ഒരു മഴ പെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു അരുവി ഒഴുകുന്ന പോലെ അങ്ങനത്തെ ഒരു സൗണ്ട് അല്ലേ നമുക്ക് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ വലിയ റെയിൻ സ്റ്റിക്ക് ഒന്ന് തിരിച്ചു നോക്കാം. ഇത് നോക്കി, ഇത്തിരിയും കൂടി ഒരു എന്താ പറയുക, ഒരു മെറ്റാലിക് സൗണ്ട് ഇതിൽ കയറിയിട്ടുണ്ട്. അതായത് ഇച്ചിരി കൂടി സോളിഡ് ആയിട്ട് ഇച്ചിരി ക്രിസ്പ് ആയിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. ഒരു വെള്ളം ഒഴുകുന്നതിനേക്കാളും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് തോർന്ന് വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, ആ ഒരു സൗണ്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് കേട്ടാ. നമ്മുടെ റെയിൻ സ്റ്റിക്ക് പതിയെ ചരിച്ചുകൊണ്ടിരുമ്പോഴാട്ടോ നല്ല സൗണ്ട് കിട്ടുക. എന്ത് രസമുള്ള സൗണ്ടല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു റെയിൻ സ്റ്റിക്കിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലുള്ള ആദിവാസി ഗോത്രങ്ങളിൽ നിന്നാണ് ഈ ഒരു റെയിൻ സ്റ്റിക്ക്, ബാംബു റെയിൻ സ്റ്റിക്ക് എന്ന് പറയുന്ന വാദ്യോപകരണം ഉത്ഭവിച്ചതായിട്ട് അറിയപ്പെടുന്നത്. അതായത് അവരുടെ മഴയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സ്പിരിച്വലി നടക്കുന്ന പൂജകളിലും ആചാരങ്ങളിലും ഒക്കെ ഒരു മെഡിറ്റേഷൻ ഫീൽ നൽകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താർന്ന ഒരു വാദ്യോപകരണമാണ് നമ്മളുടെ ഈ ഒരു ബാംബു റെയിൻ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ഇതിന് ഈട് നിൽക്കുന്ന പറയുന്നത്. കാരണം ഇതിൽ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, പകരം ആ ഒരു സൗണ്ട് ഉണ്ടാക്കാനായിട്ട് ഉണക്കിയ ധാന്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ ഉണക്കിയ ധാന്യങ്ങൾ നല്ല രീതിക്ക് ഉണക്കി നല്ല രീതിക്ക് ഇതിനെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നമുക്ക് ഈ ഒരു ബാംബു റെയിൻ സ്റ്റിക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തല്ല മഴയുടെ ഒരു സൗണ്ട് ഫീൽ ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുള വെച്ചോറിന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ഒരു മഴയുടെയൊക്കെ സൗണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടാ ഇതേപോലെ മഴ ആസ്വദിക്കാനായിട്ടും പറ്റും കേട്ടോ. ഇതുകൊണ്ട്
വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബാംബു റെയിൻ സ്റ്റിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം മച്ചാന്മാരെ നമ്മളുടെ ഇന്നത്തെ ഒരു ബാംബു റെയിൻ സ്റ്റിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലും മോളി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാദ്യോപകരണമാണിത്. അപ്പോൾ എന്തായാലും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വാദ്യോപകരണം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മുളയ്ക്ക് അനുസരിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ വ്യത്യാസം വരും. സൗണ്ടിൻ്റെ വേരിയേഷൻസ്, ഡിഫറെൻറ്റ് വേരിയേഷൻസിലുള്ള സൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രൈനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.